യുവതലമുറയുമായി നേരിട്ട് സംവദിക്കുന്ന പുതിയ ഡിജിറ്റൽ സ്ട്രാറ്റജിയുമായി BJP. ജനപ്രിയ ആപ്പുകളായ ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, റെഡിറ്റ് എന്നിവ വഴി ജെൻ ഇസഡ് തലമുറയുടെ ഭാഷയിൽ ടു-വേ കമ്മ്യൂണിക്കേഷൻ ഉറപ്പാക്കാനാണ് പാർട്ടിയുടെ നിലവിലെ തീരുമാനം. സർക്കാരിന്റെ വികസന പരിഷ്കാരങ്ങളും സൗജന്യ വ്യാപാര കരാറുകൾ ഉൾപ്പെടെയുള്ള നേട്ടങ്ങളും ട്രെൻഡിംഗ് റീൽസുകളിലൂടെയും പ്ലക്കാർഡുകളിലൂടെയും യുവാക്കളിലേക്ക് എത്തിക്കും. ഇതിനായി രാജ്യത്തെ ഓരോ ജില്ലയിലും മിടുക്കരായ യുവ പ്രവർത്തകരുടെ പ്രത്യേക സോഷ്യൽ മീഡിയ ടീമുകളെയും നിയോഗിക്കും. പാർട്ടിയെ മുൻനിർത്തി പ്രതിപക്ഷം നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്ക് ഡിജിറ്റൽ മറുപടി നൽകാനൊരുങ്ങി BJP. രാജ്യത്തെ യുവതലമുറയുമായി നേരിട്ട് സംവദിച്ച് സുതാര്യതയും ജനാധിപത്യപരവുമായ മറുപടി നൽകാനാണ് നീക്കം. കേന്ദ്ര സർക്കാരിന്റെ വികസനവും പരിഷ്കാരങ്ങളും വിദ്യാർത്ഥികളിലേക്ക് കൃത്യമായി എത്താതിരിക്കാൻ പ്രതിപക്ഷം സൃഷ്ടിച്ച ആശയവിനിമയ വിടവ് ഇനി അനുവദിക്കില്ല എന്ന് BJP വ്യക്തമാക്കുന്നു. 2014-ലും 2019-ലും ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ അതേ സ്ട്രാറ്റജി തന്നെയാണ് 2026-ലും പയറ്റാൻ പോകുന്നത്. വ്യാജ സന്ദേശങ്ങളും രാഷ്ട്രീയ കുപ്രചാരണങ്ങളും അഴിച്ചുവിടുന്ന പ്രതിപക്ഷ തന്ത്രങ്ങളെ നവമാധ്യമങ്ങളിലൂടെ തകർത്തെറിയാനാണ് പാർട്ടിയുടെ തയ്യാറെടുപ്പ്. ജെൻസി ഭാഷയിലാകും മറുപടി. ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനും ജെൻസി പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, റെഡിറ്റ് എന്നിവ BJP സജീവമാക്കും. ഇതിനായി രാജ്യത്തെ ഓരോ ജില്ലയിലും മിടുക്കരായ യുവപ്രവർത്തകരുടെ പ്രത്യേക സംഘങ്ങളെ തന്നെ നിയോഗിക്കും. ഏകപക്ഷീയമായ പ്രസംഗങ്ങൾക്ക് പകരം യുവതലമുറയുമായി ടു-വേ കമ്മ്യൂണിക്കേഷൻ ഉറപ്പാക്കും. സമരം ചെയ്ത വിദ്യാർത്ഥികളോട് പോലും അർദ്ധരാത്രിയിൽ ഇൻസ്റ്റഗ്രാമിൽ നേരിട്ടെത്തി സെൽഫി വീഡിയോയിലൂടെ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിപ്ലവകരമായ ആശയവിനിമയ ശൈലിയാണ് പാർട്ടിയുടെ മാതൃക. ചെറുപ്പക്കാർക്ക് അവരുടെ ഭാഷയിലും അവരുടെ സമയത്തും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പാർട്ടി നേതൃത്വം ഇനി നേരിട്ടെത്തും. സങ്കീർണമായ വിഷയങ്ങൾ പോലും ലളിതമായ യുവാക്കളിലേക്ക് എത്തിക്കാനാണ് തീരുമാനം. ഭാരതത്തിന്റെ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയ സൗജന്യ വ്യാപാര കരാറുകൾ അടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ ട്രെൻഡിംഗ് റീൽസുകളായും പ്ലക്കാർഡുകളായും ഇൻസ്റ്റഗ്രാമിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കും. ന്യൂസ് ഡെസ്ക്, ജനം.